നോക്കൂ, ഡോക്ടർ അരുൺ അതേക്കുറിച്ച് ഈ പറയുന്ന വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം വേറൊരർത്ഥത്തിലാണ് കാണുന്നത്. നോക്കിപ്പോൾ കേരളത്തിൽ LDFും UDFും ഒരുപോലെ കണ്ണുവെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളിലാണ്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ആർക്ക് കിട്ടുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും വളരെ നിർണായകമായിരിക്കും. ഇപ്പോൾ 2016 വലിയ ഭൂരിപക്ഷത്തിൽ എങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്? ഒരു സാമുദായിക സമവാക്യം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്കായിട്ട് LDFിനാണ് അന്ന് 2016 വോട്ട് ചെയ്തത്. ആ സമയത്ത് തന്നെ ക്രിസ്ത്യൻ വോട്ടും ഇടതുപക്ഷത്തിന് കിട്ടുകയുണ്ടായി. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ UDFിലെ മുസ്ലിം ആധിപത്യമാണുള്ളത് എന്നുള്ളതിനകത്ത് ഒരു വിയോജിപ്പ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നു. രണ്ടിൻ്റെയും ഒരു ഗുണം 2016 നിശ്ചയമായും ഇടതുപക്ഷത്തിന് കിട്ടി. അതുകൊണ്ടാണ് 90 സീറ്റ് 91 സീറ്റ് എന്ന് പറയുന്ന വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് അവരെത്തിയത്. 2019 സ്ഥിതി മാറിയത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി വരുന്നപ്പോൾ ആ ഒരു വലിയ തരംഗമുണ്ടാകുകയും അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് അനുകൂലമായി പോൾ ചെയ്യുകയും ചെയ്തു. 2021 സ്ഥിതി വീണ്ടും മാറി, ന്യൂനപക്ഷ വോട്ടുകൾ വീണ്ടും തിരിച്ചു വന്നു. അതുകൊണ്ടാണ് 99 സീറ്റ് എന്ന് പറഞ്ഞ വലിയ വിജയം. മറ്റൊരുപാട് ഘടകങ്ങൾ, കോവിഡ് അടക്കമുള്ള ഘടകങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ സാമുദായിക സമവാക്യങ്ങൾ LDFിന് അനുകൂലമായിരുന്നു 2016 2021. 2019 സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. 2024 2019 ആവർത്തിക്കരുത് എന്ന നിർബന്ധം ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് ഇവിടെ BJP ഒരു ഫോർമിഡബിൾ ഫോഴ്സായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ന്യൂനപക്ഷത്തെ അലേർട്ട് ചെയ്യുന്നൊരു പ്രയോഗമായി യഥാർത്ഥത്തിൽ ഈ പറയുന്ന EP ജയരാജൻ നടത്തിയത്. ഇവിടെ LDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് LDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന, CPM പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസ് ആണ് B ടീം, അത് BJPയുടെ B ടീമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ അബൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കാനാണ് EP ജയരാജൻ ശരിക്കും പറഞ്ഞാൽ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് മികച്ച കാൻഡിഡേറ്റുകൾ അവരാണ്, നിങ്ങൾ സൂക്ഷിച്ചോണം. അത് ഇന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടൊരു ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജാഗ്രത ആരിൽ നിന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഭിന്നിച്ചു പോരുത്, കോൺഗ്രസിൻ്റെ ഭാഗത്തേക്കല്ല പോകേണ്ടത്, അത് ഞങ്ങളുടെ അടുക്കലേക്കാണ് വരേണ്ടത് എന്നുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് യഥാർത്ഥത്തിൽ LDFിന് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് EP ജയരാജൻ ശ്രമിച്ചത്. അത് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തെ തിരിഞ്ഞുകൊത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരുമായിട്ടുള്ള ഈ ഇടപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും വലിയൊരു വാർത്തയാക്കുന്നത്? ആ വാർത്തയാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? കോൺഗ്രസിലെ പല നേതാക്കളും BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, UCCയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിനകത്ത് അടക്കം ഈ കോൺഗ്രസ് എപ്പോഴും പ്രതിരോധത്തിലാകുന്നത് എന്താണ്? അവരവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് ശക്തമായി ഉന്നയിക്കുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു മൃദു ഹിന്ദുത്വത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്നൊരു വലിയ ആക്ഷേപം കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാജീവ് ചന്ദ്രശേഖരുമായിട്ടുള്ള ഇടപാട് EP ജയരാജൻ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കുറേ കാലമായിട്ട് ഇതൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുകളി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്, ലാവ്ലിൻ കേസിൽ ഒത്തുകളി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്, കൊടകരയിൽ ഒത്തുകളി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്, കരുവന്നൂരിൽ ഒത്തുകളി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴാണ് വളരെ ഡയറക്റ്റ് എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ കിട്ടുന്നത്. മറ്റൊന്നും തെളിയിക്കാൻ പറ്റില്ല. ഇതാകട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ജയരാജൻ്റെ ഭാര്യയ്ക്ക് അവിടെ ഷെയർ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കൈമാറ്റം ചെയ്യപ്പെട്ട കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരാൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കാൻ നല്ലൊരു വടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. BJPയെ ഞങ്ങളല്ല BJPയുടെ B ടീം, യഥാർത്ഥത്തിൽ ഇവരാണ് BJP ആയിട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആയുധം കിട്ടിയതുകൊണ്ട് അത് ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് രാഷ്ട്രീയം. ഈ പറഞ്ഞ EP ജയരാജൻ ന്യൂനപക്ഷങ്ങളെ വൂ ചെയ്യാൻ ശ്രമിച്ചു, അത് തിരിഞ്ഞുകൊത്തി. ഇപ്പുറത്തെ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധം വെച്ച് കോൺഗ്രസ് തങ്ങളുടെ ഇപ്പോൾ BJPയിലേക്ക് ഉണ്ടാകുന്ന ഒരു ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത് കൃത്യമായ രാഷ്ട്രീയമാണ്. ശരി. Meet the editors.